ഫോക്കസ്ഡ് ആകേണ്ടത്. എൻ്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ്. ഓഹോ, 2 കാർഡ്സ് വന്നിട്ടുണ്ട്. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് നോക്കാം. ഓക്കെ, കറണ്ട് എനർജിയിൽ നിങ്ങൾ കുറച്ച് എന്താ പറയുക, മാനസികമായി കുറച്ച് വേദനയൊക്കെ അനുഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് എന്താ പറയുക, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടോ ഒക്കെ ഇരിക്കുകയാണ്. ആ ഒരു എനർജിയാണ്, ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, നിങ്ങൾ അതിൽ മാത്രം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതൊന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഫോക്കസ്ഡ്. എന്തിലാണ് ഫോക്കസ്ഡ് ആയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴും ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയി, അല്ലെങ്കിൽ ഈ ഒരു പെയിൻഫുൾ മൊമെന്റ്സ് ഓർത്ത് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്, അല്ലെങ്കിൽ മുന്നോട്ട് നമ്മളെ കാത്തിരിക്കുന്ന ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ജനറൽ ആണെങ്കിലും. ഓക്കെ, സോ നിങ്ങൾ അതൊന്ന് മൂവ് ഓൺ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ഒരു കാർഡാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചത്, പക്ഷെ 2 കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ. സോ നിങ്ങൾ ഇനി എന്താണോ ചെയ്യേണ്ടത്, നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ എവിടെയും വിഷമിച്ച് അങ്ങനെ അങ്ങ് നിന്ന് കളയരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് 1-2 റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അത് എന്താ പറയാ, ഒരു പവർഫുൾ വുമൺ എനർജിയാണ് അവിടെ. പക്ഷേ ഒരു ഹൈഡിങ് മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് കാണുന്നത്. അതൊരു ഹൈഡിങ് പേഴ്സണാലിറ്റി ഉള്ള ഒരു ലേഡി അങ്ങനെയല്ല, ഹി ഓർ ഷീ ആരല്ലോ ഒരു ഹൈഡിങ് മെന്റാലിറ്റി ഉണ്ട്. സോ നിങ്ങളൊന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓപ്പണായി സംസാരിക്കാനൊക്കെ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണോട് എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ എന്താണോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതായത് നിങ്ങളുടെയൊക്കെ എന്തിലായാലും ഈ റിലേഷൻഷിപ്പിൽ എന്താണോ മനസ്സിൽ തീരുമാനിച്ചത് അതുമായി മുന്നോട്ട് പോവുക. അതല്ല, നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ അടുത്ത് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ടൈമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തുറന്ന് സംസാരിക്കുക. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന, നോ കോണ്ടാക്ട് മീൻസ് ലോങ് ടൈം ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിണക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സംസാരിക്കുക. ഓക്കെ, എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഇടയിൽ മാത്രമായിരിക്കും നമുക്കൊരു നല്ലൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ലവ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ മാത്രമേ അത് വർക്ക്ഔട്ട് ആവുള്ളൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഒന്ന് വിശ്വസിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു എനർജിന്ന് നിങ്ങൾ എന്തായാലും